മേലേ മേലേപയോധൗ തിരനിരയതുപോൽ ഗദ്യപദ്യങ്ങളോർത്തും കാലേ കാലേ ഭവിപ്പാൻ ജഗമതിലുളിയായി ചിന്നിടും തേൻകുഴമ്പേ ബാലേ ബാലേ മനോജ്ഞേ പരിമൃദുലതനോ യോഗിമാർ നിത്യമുണ്ണും ബാലേ ബാലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം 22ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. ദേവന്മാരെല്ലാവരും ചേർന്ന് ചന്ദ്രചൂഡനുമായി ചെയ്യുന്നതായിട്ടുള്ള യുദ്ധമാണ് പറയുന്നത്. മഹാദേവൻ ആദ്യം താത്വികമായിട്ട് ഉപദേശിച്ചു. യുദ്ധത്തിൻ്റെ പരമ്പരായികകളെക്കുറിച്ചെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട ചന്ദ്രചൂഡനും ബഹുമാനപൂർവം തന്നെ ആ മഹാദേവന്റെ വാക്കുകളെ നിരസിച്ച് അവന്റെ അഭിപ്രായവും മഹാദേവനോട് പറഞ്ഞു. എന്തായാലും ഇനി യുദ്ധം തന്നെയാണ് അവനുമായി ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇതാ ദേവന്മാരും ചന്ദ്രചൂഡനും തമ്മിലുള്ള യുദ്ധമാണ് അടുത്ത ഈ 22 അധ്യായത്തിലെ നാരായണ ഋഷി പറയാൻ പോകുന്നത്. ശിവം പ്രണമ്യ ശിരസാദാനവേന്ദ്ര പ്രതാപവാൻ സമാരുരുഹോയാനം ജ സഹാമാത്യൈ സസത്വര. ഈ പരാക്രമിയായിട്ടുള്ള ദാനവശ്രേഷ്ഠനായിട്ടുള്ള ചന്ദ്രചൂഡൻ ശിവനെ ശിരസ പ്രണമിച്ചിട്ട് അവൻ്റെ ആൾക്കാരോടുകൂടി അപ്പോൾ തന്നെ വിമാനത്തിൽ കയറി. ശിവനും ഉടൻ തന്നെ സ്വസൈന്യത്തെയും ദേവന്മാരെയും യുദ്ധത്തിനായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ശംഖചൂഡനും സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിന് ഒരുങ്ങി നിന്നു. മഹേന്ദ്രൻ സ്വയം വൃഷപർവാവിനോട് യുദ്ധം ചെയ്തു. ആദിത്യനുടൻ വിപ്രജിത്തിയുമായിട്ട് യുദ്ധം ചെയ്തു. ദമ്പനോട് ചന്ദ്രൻ അതിഘോരമായി യുദ്ധം ചെയ്തു. കാളസ്വരനോട് കാലനും ഗോകർണനോട് അഗ്നിയും യുദ്ധം ചെയ്തു. കുബേരൻ കാലകേയനോടും വിശ്വകർമാവ് മയനോടും മൃത്യുഭയങ്കരനോടും യമൻ സംഹാരനോടും യുദ്ധം ചെയ്തു. വിഗംഗണനോട് വരുണൻ യുദ്ധം ചെയ്തു. ചഞ്ചലനോട് സമീരണൻ യുദ്ധം ചെയ്തു. കൃതപൃഷ്ഠനോട് ബുധനും രക്താക്ഷനോട് ശനീശ്വരനും രക്തസാരനോട് ജയന്തൻ വർച്ഛാഗണങ്ങളോട് വസുക്കള് ദീപ്തിമാനോട് അശ്വിനിദേവന്മാര് ധൂമ്രനോട് നളകൂപരന്മാര് ദുരന്ധരനോട് ധർമ്മൻ ഉഷാക്ഷനോട് മംഗളൻ ശോഭകാരനോട് ഭാനു പീഠരനോട് മന്മഥൻ. ഇവരെല്ലാം യുദ്ധം ചെയ്തു പരസ്പരം. ഗോദാമുഖനോട് ശൂർമൻ ഖഡ്ഗനോട് ധ്വജൻ കാഞ്ചീമുഖനോട് പിണ്ടനോടും ധൂമ്രനോടും നന്ദി വിശ്വനോട് പലാശനൻ. ആദിത്യാദിദേവന്മാര് ദ്വാദശാദിത്യന്മാര് പോരാടി. ഏകാദശരുദ്രന്മാരെ ഏകാദശ ഭയങ്കരന്മാരോട് പോരാടി. മഹാമാരി ഉഗ്രചണ്ഡാദികളോട് യുദ്ധം ചെയ്തു. നന്ദീശ്വരാദികളെ മുഴുവൻ ദാനവപ്പടയോട് ഏറ്റുമുട്ടി. ഇങ്ങനെ പ്രളയത്തേക്കാൾ ഭയാനകമായ മഹായുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ശംഭു കാളിയോടും സുബ്രഹ്മണ്യനോടും കൂടി വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിലകൊണ്ടു. ഹേ നാരദരെ, സർവ സൈന്യ സമൂഹം ഇടതടവില്ലാതെ പൊരുതി. രമ്യമായ രത്നാസിംഹാസനത്തിൽ കോടിദാനവന്മാരാൽ പരിവൃതനായിട്ട് രത്നഭൂഷണഭൂഷിതനായ ശംഖചൂഡനും വസിച്ചു. ദാനവന്മാരോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടവരായ ശങ്കരന്റെ കിങ്കരരും സകല ദേവന്മാരും ആയുധമേറ്റുമുറിഞ്ഞ് ഭയപ്പെട്ട് പലായനം ചെയ്തു. കോപാകുലനായിട്ടുള്ള സ്കന്ദൻ ദേവന്മാർക്ക് അഭയം നൽകി. അദ്ദേഹം തന്റെ തേജോബലത്താൽ സൈന്യത്തിന് ബലം വർദ്ധിപ്പിച്ചു. ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം ദാനവ സമൂഹത്തോട് യുദ്ധം ചെയ്തു. 10 അക്ഷൗഹിണികളെ സ്കന്ദൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി നശിപ്പിച്ചു. കമലലോചനയായിട്ടുള്ള കാളിയും അപ്പോഴേക്കും അനുരാഗങ്ങളെ വീഴ്ത്തി തുടങ്ങി.
അസുരഗണങ്ങളെ വീഴ്ത്തിത്തുടങ്ങി. ദാനവന്മാരുടെയൊക്കെ രക്തം കാളി പാനം ചെയ്യാൻ തുടങ്ങി. ക്രുദ്ധമായി 10, 100 എന്നല്ല കോടിക്കണക്കിന് ഗജവീരന്മാരെ ഒറ്റ കൈകൊണ്ട് പിടിച്ചെടുത്ത അനായാസം വായിലേക്കിട്ടു ഭദ്രകാളി എന്നാ പറയണത്. ആയിരക്കണക്കിന് തലയേറ്റ ശിരങ്ങളാ രണഭൂമിയിൽ കിടന്നു പിടച്ചു. മഹായുദ്ധ പരാക്രമികളായിരുന്നെങ്കിലും സ്കന്ദന്റെ ചരനിരകളേറ്റ് ശരീരമാകെ കീറി മുറിഞ്ഞ് ഭയപ്പെട്ട ധാനവന്മാരെ സകലരും അവിടുന്ന് രക്ഷയ്ക്കായി രക്ഷപ്പെട്ടു. വൃഷപർവാവും വിപ്രജിത്തിയും ദംഭനും വിഗണനും സ്കന്ദനോട് ഏറ്റുമുട്ടി. അവരെല്ലാം നല്ല പരാക്രമത്തോടുകൂടി പൊരുതി. മഹാമാരിയും മുട്ടും പിന്തിരിയാതെ യുദ്ധം ചെയ്തു. എന്നാൽ സ്കന്ദന്റെ വേൽപ്രയോഗത്താൽ അവരെല്ലാം അങ്ങേയറ്റം സ്തബ്ധരായി തീർന്നു. എന്നാലും ഭയപ്പെട്ട് പലായനം ചെയ്തില്ല. സ്കന്ദന്റെ മഹാഘോരവും തീവ്രവുമായ യുദ്ധം കണ്ട സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു ദേവന്മാര്. ആ യുദ്ധത്തിൽ മഹാപ്രളയം പോലെ ദാനവ സൈന്യത്തെ സ്കന്ദൻ മുടിക്കുന്നത് കണ്ട് രാജാവ് രഥത്തിൽ കയറി കൂരമ്പുകൾ വർഷിക്കാൻ തുടങ്ങി. മഹാമാരിക്ക് തുല്യമായിരുന്ന രാജാവിൻ്റെ, അതായത് ചന്ദ്രചൂഡന്റെ ശരവർഷം അതോടെ ഘോരമായ അന്ധകാരങ്ങളിൽ നിന്നും വ്യാപിച്ചു. തീയും പടർന്നു പിടിച്ചു. നന്ദീശ്വരന്മാര് തുടങ്ങിയ മറ്റ് ദേവന്മാരെല്ലാം ഓടി. കാർത്തികേയൻ ഒറ്റയ്ക്ക് സമരാങ്കണത്തിൽ നിന്ന് പൊരുതി എന്നാ പറയണ യുദ്ധഭൂമിയിൽ. അപ്പോഴേക്കും ശംഖചൂഡൻ പർവ്വതങ്ങള്, പാമ്പുകള്, ശിലകള്, മരങ്ങള് തുടങ്ങിയവയൊക്കെ നിരന്തരം സ്കന്ദന്റെ നേർക്ക് വർഷിക്കാൻ തുടങ്ങി. തടയാനാവാത്തവണ്ണം ഭയങ്കരമായിരുന്നു അവന്റെ ആ വർഷങ്ങള്. കട്ടിയായ മൂടൽമഞ്ഞുകൊണ്ട് ആദിത്യൻ മറിയുന്നത് പോലെ രാജാവിന്റെ ശരവൃഷ്ടി കൊണ്ട് ശിവപുത്രനായ സ്കന്ദനും മറയ്ക്കപ്പെട്ടു. ആ ചന്ദ്രചൂഡൻ അതിനിടയ്ക്ക് സ്കന്ദന്റെ ദുർവഹമായ വില്ലൊടിച്ചു. ദിവ്യമായ രഥവും രഥത്തിന്റെ പീഠങ്ങളും ബലമായിട്ട് തകർത്തു. ദിവ്യാസ്ത്രം പ്രയോഗിച്ച് സ്കന്ദവാഹനമായ മയിലിനെ വശം കെടുത്തി. യക്ഷനെ നിഗ്രഹിക്കാൻ കഴിവുള്ള ആദിത്യസന്നിഭമായ വേൽ കൊണ്ട് സ്കന്ദന്റെ നേർക്ക് തന്നെ പ്രയോഗിച്ചു. അതേറ്റ ക്ഷണനേരത്തേക്ക് സ്കന്ദൻ മൂർച്ഛിച്ചുപോയി എന്നാ പറയണത്. പിന്നീട് ചാടിയെഴുന്നേറ്റ് പണ്ട് മഹാവിഷ്ണു നൽകിയിരുന്ന വില്ല് കയ്യിലെടുത്തു. ദിവ്യരത്ന നിർമ്മിത വിമാനത്തിലേറി കാർത്തികേയൻ ശസ്ത്രാസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അതിഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദാനവൻ വർഷിച്ച സർപ്പങ്ങളെയും പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും ശിലകളെയും എല്ലാം കോപാകുലനായിട്ടുള്ള ശിവപുത്രൻ സ്കന്ദൻ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് തവിട് പൊടിയാക്കി. പർജന്യാസ്ത്രം പ്രയോഗിച്ച് അഗ്നിയാസ്ത്രം കൊണ്ട് ദാനവൻ സൃഷ്ടിച്ച തീ അണച്ചു. പർജന്യാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മഴ, വെള്ളം, പർജന്യം. ശംഖചൂഡന്റെ വില്ലും രഥവും നിഷ്പ്രയാസം മുറിച്ചു. അവന്റെ കിരീടം തെറിപ്പിച്ചു. തേരാളിയെയും സൈന്യങ്ങളെയും നശിപ്പിച്ചു. ചന്ദ്രചൂഡന്റെ മാറുനോക്കി മിന്നിത്തിളങ്ങുന്ന വേൽ പ്രയോഗിച്ചു. ക്ഷണനേരത്തേക്ക് മൂർച്ഛിച്ചുപോയ ചന്ദ്രചൂഡൻ വേഗം ഉണർന്ന വാഹനത്തിലേറി മറ്റൊരു വില്ലെടുത്തു. മായാവികളിൽ അഗ്രസേനനായ അവൻ മായ കൊണ്ട് അമ്പുകൾ വർഷിച്ചു. ശരജാലം അമ്പിന്റെ വർഷം കൊണ്ട് അവൻ സമരത്തിൽ ഗുഹനെ മൂടി. 100 സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്നതും പ്രളയാഗ്നി പോലെ ജ്വലിക്കുന്നതുമായ വിഷ്ണു തേജസ്സോടുകൂടിയതുമായ വേൽ ആ ദാനവൻ കയ്യിലെടുത്തു. കോപത്തോടെ അതിവേഗം അത് കാർത്തികേയന്റെ നേർക്ക് പ്രയോഗിച്ചു. കാലാഗ്നി തുല്യമായ ആ ശക്തി സ്കന്ദന്റെ മാറിൽ ചെന്ന് പതിച്ചു. മഹാപരാക്രമിയായ കാർത്തികേയൻ ആ വേലേറ്റ മൂർച്ഛിച്ചുപോയി. കാളി അദ്ദേഹത്തെ കൈക്കുള്ളിൽ കോരിയെടുത്ത് ശിവസന്നിധിയിൽ എത്തിച്ചു. ജ്ഞാനത്താൽ ശിവൻ സ്കന്ദനെ നിഷ്പ്രയാസം ജീവിപ്പിച്ച് അനന്തമായ ബലം നൽകി. പരാക്രമത്തോടെ അദ്ദേഹം എഴുന്നേറ്റു. കാളി രണാങ്കണത്തിലേക്ക് സ്കന്ദനെ തുണയ്ക്കാനായിട്ട് കുടച്ചെന്നു. നന്ദീശ്വര പ്രതിഭകള് വീരന്മാരും
അവളുടെ കൂടെ ഉണ്ടായിരുന്നു. സകല ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷ രാക്ഷസ കിന്നരന്മാരും ധാരാളം വാദ്യക്കാരും നൂറുകണക്കിന് മൃദംഗങ്ങളോട് വഹിക്കുന്നതായിട്ട് ഇതാ സ്കന്ദന്റെ പിന്നിലെ അവരും സ്കന്ദനെയും സഹായിക്കാനായി കൊണ്ട് പുറപ്പെട്ടു എന്ന് പറയാണ്. യുദ്ധഭാഗങ്ങൾ കുറച്ചുകൂടിയുള്ളത് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.